കഴിഞ്ഞ ദിവസം ആനപ്രേമികൾക്ക് കണ്ണീർ ദിനമായിരുന്നു. മറ്റൊന്നുമല്ല, കോന്നി ആനക്കൂട്ടിലെ, അതായത് ആന വളർത്തൽ കേന്ദ്രത്തിലെ ഒരു ആന, കുട്ടിയാന ചരിഞ്ഞു. അതായത് കോന്നി അയ്യപ്പൻ എന്ന് പറയുന്ന കുട്ടിയാന ചരിഞ്ഞു. രാവിലെ ആയിരുന്നു അത്. മറ്റൊന്ന് ഓമല്ലൂർ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മണികണ്ഠൻ എന്ന ആനയും ചരിഞ്ഞു. 2 ആനകളാണ് ഇന്നലെ പത്തനംതിട്ടയിൽ ചരിഞ്ഞത്. ഈ 2 ആനകൾക്കും കൃത്യമായ ചരിത്രമുണ്ട്. അവിടെയാണ് ഇത് വ്യത്യസ്തമാകുന്നത്, ഈ ആനകൾ ചരിയുന്നത്. എന്നിട്ട് അതിൻ്റെ പിന്നിൽ മറ്റൊരു വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ആന പരിപാലന കേന്ദ്രത്തിലെയും വീഴ്ചകളും ഇതിൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആന ചരിഞ്ഞതൊക്കെ ഇങ്ങനെ വിശദമായി പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം. ഒരു ചെറിയൊരു വാർത്തയായി കൊടുത്താൽ പോരെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ കുട്ടി അയ്യപ്പൻ എന്ന് പറയുന്ന ആനയെക്കുറിച്ച് രണ്ടാമത് പറയാം. ആദ്യം ഓമല്ലൂർ ക്ഷേത്രത്തിലെ മണികണ്ഠനെക്കുറിച്ച്. മണികണ്ഠൻ ആരായിരുന്നു? നടി KR വിജയ 40 വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ നിന്ന് വാങ്ങി ശബരിമലയിൽ കുടിയിരുത്തിയ ആനയാണ്. അല്ലെങ്കിൽ ശബരിമലയിൽ അയ്യപ്പന് സമർപ്പിച്ച ആനയാണ് മണികണ്ഠൻ. മണികണ്ഠനാണ് അയ്യപ്പൻ്റെ തിടമ്പ് ഏറ്റിയിരുന്നത്. അവിടെ ക്ഷേത്രോത്സവത്തിന് തിടമ്പേറ്റിയിരുന്ന, അവിടുത്തെ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കൊക്കെ പങ്കെടുത്തിരുന്ന ആനയാണ് മണികണ്ഠൻ. മണികണ്ഠൻ ക്രമേണ കുറച്ച് വളർന്നു വന്നപ്പോഴേക്കും സ്ഥിരം പ്രശ്നക്കാരൻ, കണ്ണിൽ കണ്ടവരെയൊക്കെ ആക്രമിക്കുക. അങ്ങനെ പല ആളുകളും മണികണ്ഠൻ്റെ കൊമ്പിനും ചവിട്ടിനുമൊക്കെ ഇരയായി ജീവൻ നഷ്ടപ്പെട്ടു പല ആളുകൾക്കും. അങ്ങനെ വന്നപ്പോൾ മണികണ്ഠനെ പതിയെ എങ്ങോട്ടേക്ക് മാറ്റി? വൈക്കം ക്ഷേത്രത്തിലേക്ക് മാറ്റി. വൈക്കം ക്ഷേത്രത്തിലും പ്രശ്നമാണ്. വൈക്കം ക്ഷേത്രത്തിലെ പ്രശസ്തമായ അഷ്ടമി എഴുന്നള്ളത്ത് വരെ ഈ മണികണ്ഠൻ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ മണികണ്ഠനെ അവിടെയും നിൽക്കാൻ പറ്റുന്നില്ല. മണികണ്ഠനെ എപ്പോഴൊക്കെ പുറത്തിറക്കും അപ്പോഴൊക്കെ അലമ്പ് എന്ന് പറഞ്ഞാൽ അക്രമമാണ്. അതുകൊണ്ട് മണികണ്ഠനെ നേരെ ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിലും പ്രശ്നക്കാരനാണ്. 13 വർഷം മുമ്പ് ഈ ആനയെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി അഴിച്ചുകെട്ടാൻ പാപ്പാൻ പോയി. പാപ്പാൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൊമ്പിനും തുമ്പിക്കൈയും ഇടയ്ക്കിൽ ഞെരുങ്ങിയ പാപ്പാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതൊന്ന് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. മണികണ്ഠൻ്റെ ക്രൂരത അങ്ങനെയാണ്. പിന്നെ മണികണ്ഠനെ സ്ഥിരം തളച്ചിട്ടിരിക്കുകയായിരുന്നു ഈ ഓമല്ലൂർ ക്ഷേത്രത്തിൽ. അങ്ങനെ മണികണ്ഠന് എരണ്ടകെട്ട് രോഗം വന്നു. അങ്ങനെ മണികണ്ഠൻ ചരിഞ്ഞു എന്നാണ് വനം വകുപ്പിൻ്റെ സ്ഥിരീകരണം. അങ്ങനെ ദേവസ്വം ബോർഡ് കുറേ കാലമായി മണികണ്ഠനെ മൈൻഡ് ചെയ്യാതിരുന്നു. ആവശ്യമായ ചികിത്സ നൽകിയിരുന്നില്ല. മതിയായ ചികിത്സയൊക്കെ നൽകിയിരുന്നെങ്കിൽ കുറേ കാലം കൂടി മണികണ്ഠൻ ജീവിച്ചിരുന്നേനെ എന്ന് ആനപ്രേമികൾ പറയുന്നത് വാസ്തവമാണോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഏതായാലും മണികണ്ഠൻ്റെ വിയോഗം ആനപ്രേമികളെ തെല്ലുന്ന വിഷമത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. കാരണം അയ്യപ്പൻ്റെ തിടമ്പേറ്റി, വൈക്കം ക്ഷേത്രത്തിന് തിടമ്പേറ്റി, അങ്ങനെ എവിടെയും പ്രൗഢിയോടെ നിന്ന ആന പെട്ടെന്ന് പ്രശ്നക്കാരനായി മാറി. എപ്പോഴും മതപ്പാട്, എപ്പോഴും പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ആനയെ തളച്ചിട്ടതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. എരണ്ടകെട്ടായിരുന്നു അസുഖമെന്ന് വെറ്ററിനറി ഡോക്ടർമാരും പറയുന്നു. ഏതായാലും മണികണ്ഠൻ്റെ വിയോഗം ആനപ്രേമികളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇനി കുട്ടി അയ്യപ്പനാണെങ്കിലും കോന്നി ആന വളർത്തൽ സങ്കേതത്തിലെ പ്രധാന ആകർഷണമായിരുന്നു കോന്നി അയ്യപ്പൻ. ഇയാൾ എങ്ങനെ ഇവിടെ വന്നു? ഇയാൾ കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി ഒറ്റപ്പെട്ടുപോയ ആനയാണ്. അതുകൊണ്ട് ഇതിനെ വളരെ സംരക്ഷിച്ചാണ് ഈ വനപാലകർ ഇവിടെ ആനക്കൊട്ടിലിൽ സൂക്ഷിച്ചിരുന്നത്. അത് 4 വയസ്സായി 6 വയസ്സായാൽ മാത്രമാണ് ഈ ആനകളെ മറ്റ് വലിയ ആനകൾക്കൊപ്പം പാർപ്പിക്കുക. ഈ ആനകൾക്ക് വിശിഷ്ടമായ പരിപാലനമൊക്കെ നൽകാറുണ്ട്. കോന്നി അയ്യപ്പനെ ഇന്നലെയും ഇറക്കി പ്രഭാത സവാരിക്ക് കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്ന് ബന്ധിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് 11 മണിയോടുകൂടിയാണ് കുട്ടിയാന ചരിയുന്നത്. കുട്ടിയാനയ്ക്ക് ഉള്ള അസുഖം എന്താണെന്ന് നോക്കുമ്പോൾ ഹെർപ്പിസ് എന്ന് പറയുന്ന രോഗമെന്നാണ് ഡോക്ടർ അരുൺകുമാറൊക്കെ പറയുന്നത്. ഹെർപ്പിസ് എന്ന രോഗം ബാധിച്ചിരുന്നു. അതുപോലെ ധാരാളം അസുഖങ്ങളുണ്ടായിരുന്നു. കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് വന്ന ആനയായതുകൊണ്ട് തന്നെ അതിനെ ഇണക്കുന്ന ജോലി, അതായത് നാട്ടാനയെ പോലെ ഇണക്കിയെടുക്കുന്ന പഠനമുറകൾ തുടർന്നു വരികയായിരുന്നു. ഏകദേശമൊക്കെ പഠിച്ചു വരുന്ന സമയത്താണ് ആനയ്ക്കിങ്ങനെ നിര്യാണം, അല്ലെങ്കിൽ ആന ചരിഞ്ഞത് എന്നത് വലിയ വിഷമമാണ്. കാരണം അവിടെ വരുന്ന സഞ്ചാരികളെയൊക്കെ ഓരോരോ കുഞ്ഞു കുസൃതികൾ കാണിച്ചും അവരെ പ്രധാനമായും ആകർഷിക്കുന്നത് കോന്നി അയ്യപ്പൻ എന്ന ആനയായിരുന്നു. ഈ 2 ആനകളുടെ വിയോഗം അല്ലെങ്കിൽ ചരിഞ്ഞത് പത്തനംതിട്ടക്കാർക്ക് മാത്രമല്ല, കേരളത്തിലെ ആകമാനമുള്ള ആനപ്രേമികൾക്ക് സങ്കടമായിട്ടുണ്ട്. ഇത് 1ാം ഘട്ടം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് നോക്കുമ്പോൾ ഇനി കോന്നി ആനക്കോട്ടിൽ എത്ര ആനകളുണ്ട്? ആകെ അവശേഷിക്കുന്നത് 4 ആനകളാണ്. ഒന്ന് പ്രിയദർശിനി എന്ന 42കാരി, മീന 34 വയസ്സ്, അതുപോലെ ഈവ 23, കൃഷ്ണ എന്ന 13. അങ്ങനെ ഈ 4 ആനകൾ മാത്രമാണ് കോന്നി പരിപാലന കേന്ദ്രത്തിൽ, ആന വളർത്തൽ കേന്ദ്രത്തിൽ ഇപ്പോഴുള്ളത്. 4 ആനകൾ മാത്രമാണ്. ഒന്ന് പ്രിയദർശിനി, മീന, ഈവ, കൃഷ്ണ. ഈ 4 ആനകൾ മാത്രമാണ് ഇനി അവിടെ ഉള്ളത്.
ഈ ആന പരിപാലനത്തിൽ വന്ന വീഴ്ചകളാണോ പ്രശ്നമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അങ്ങനെ വിരൽ ചൂണ്ടുന്ന ചില സംഭവങ്ങൾ ഈ ആന പരിപാലന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. 2024 അവിടെ 3 ആനകളാണ് ഒന്നിനു പുറകെ ഒന്നൊന്നായി ചരിഞ്ഞത്. ഇത് വൈൽഡ് ലൈഫ് വാർഡൻ ഇവരെ വിളിച്ച് പ്രത്യേക യോഗമൊക്കെ നടത്തി, ഉന്നതതല യോഗം നടത്തി, റിപ്പോർട്ട് തേടി. ഇതൊക്കെ തേടിയിട്ടുണ്ട് എങ്കിൽ പോലും ആന പരിപാലന കേന്ദ്രത്തിൽ ആനകളെ ശരിക്ക് തന്നെയാണോ പരിപാലിക്കുന്നത്? ഇനി ഞാൻ പറയാം, 2005 അവിടെ മരിച്ചത് കുട്ടിയാനയെ ലക്ഷ്മി മരിച്ചു. എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ എന്തെങ്കിലും വിവരങ്ങളും പുറത്തു വന്നതായി ഇതുവരെ അറിവില്ല. എന്ത് കാരണം കൊണ്ടാണ്? എന്തെങ്കിലും പരിപാലനത്തിലെ വീഴ്ചയാണോ? ഇതിന് കൊടുത്ത ഭക്ഷണത്തിലെ കുഴപ്പമാണോ എന്നൊക്കെ പ്രശ്നമുണ്ട്. അത് വനപാലകരും അതുപോലെ തന്നെ വനംവകുപ്പും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2015 ലക്ഷ്മി എന്ന ആന, 2020 പിഞ്ചു, അമ്മു കുട്ടിയാനകളാണ്, പിന്നെ മണിയൻ എന്ന മുതിർന്ന ആനയും. പിഞ്ചുവിന് 3 മാസമൊക്കെ പ്രായമാകുമ്പോഴാണ് പിഞ്ചു എന്ന ആന ചരിയുന്നത്. പിഞ്ചു, അമ്മു എന്ന കുട്ടിയാനകളും മണിയൻ എന്ന മുതിർന്ന ആനയുമാണ് 2020 ഈ ആനക്കൊട്ടിലിൽ മരിക്കുന്നത്. ഇനി 2024 കോടനാട് നീലകണ്ഠൻ, മണി, കൽപ്പന എന്നിങ്ങനെയുള്ള ആനകളാണ്. ഈ കൽപ്പനയൊക്കെ ചെറിയ കൽപ്പന, അതുപോലെ ജൂനിയർ സുരേന്ദ്രൻ, ഈ ആനകളാണ് 2024 ഇവിടെ ചരിയുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് വൈൽഡ് ലൈഫ് വാർഡൻ പെട്ടെന്ന് യോഗം വിളിക്കുകയും പെട്ടെന്ന് കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ആന പരിപാലന കേന്ദ്രത്തിൽ 2015 മുതൽ 2024 വരെയുള്ള 9 വർഷം നോക്കിയാൽ എത്ര ആനകളാണ്? ലക്ഷ്മി, പിഞ്ചു, അമ്മു, മണിയൻ, കോടനാട് കൃഷ്ണൻ, മണി, കൽപ്പന, സുരേന്ദ്രൻ, അങ്ങനെ ഒരു 7 ആനകൾ അവിടെ ചരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആന പരിപാലന കേന്ദ്രത്തിൽ ആനകളെ വൃത്തിക്കും വെടിപ്പിനും അല്ല പരിപാലിക്കുന്നത് എന്നതിന് വേണമെങ്കിൽ ഉദാഹരിക്കാം ഇക്കാര്യം. അപ്പോൾ കുറേ കൂടി ശ്രദ്ധ ഈ ആനപരിപാലന കേന്ദ്രത്തിൽ ആനകൾക്ക് ലഭിക്കണം. ഇതാണ് ആനപ്രേമികളുടെ ഒരാവശ്യം. കഴിഞ്ഞ ദിവസം ചരിഞ്ഞ കോന്നി അയ്യപ്പനും, അയ്യപ്പൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ല. അയ്യപ്പനെ മൃതദേഹം മറവ് ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. എന്നിട്ട് ആളുകൾ പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരാറില്ല. ഈ ആനയുടെ ഭക്ഷണക്രമം തന്നെ തെറ്റ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ആനയുടെ വയറും ശരീരമൊക്കെ വലുതാണെങ്കിലും ഓലയും ഇതൊന്നും ആനയ്ക്ക് കഴിച്ച ശീലമുള്ളതല്ല. വളരെ സോഫ്റ്റായിട്ടുള്ള ആഹാരമാണ് ആനകൾ സാധാരണ ആഹരിക്കുന്നത്. അങ്ങ് ഇതിനകത്ത് നാര്, ഫൈബർ ഒരുപാട് ഉള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആനയ്ക്ക് എരണ്ടകെട്ട് വരുമെന്ന് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില ഡോക്ടർമാർ അങ്ങനെ പറയാറുമുണ്ട്. ഇങ്ങനെ എന്തൊക്കെ ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത്, അതിനൊരു മെനു ഉണ്ടോ, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ആനകൾ എങ്ങനെ സ്ഥിരമായി ചരിയുന്നത് ആനപ്രേമികളെ മാത്രമല്ല നാട്ടിലെ വനംവകുപ്പിൻ്റെ, ആനപ്രേമികളെ സങ്കടത്തിലാക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള വനംവകുപ്പിൻ്റെ പിടിപ്പുകേടിനെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.